എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ചേക്കുന്ന ഗൈസ്. ഇനി ക്ലിയർ അടിക്കണം. എഞ്ചിനിൽ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ട് JP പെയിൻ്റ് അടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ഇവിടെ ഒരു മയിലായല്ലോ അളിയ. ഇവിടെ കണ്ട ഈ മുഴ വരണം. ഈ മുഴ നേരെ കിടക്കാനുള്ളത് ആ മുഴ വന്നു. ഈ മുഴ വന്നു. കുഴപ്പമില്ല, ഇപ്പൊ പ്രശ്നമൊന്നും ഇത് മറ്റേ കാർബറേറ്ററൊക്കെ മാറണ്ടേ? മറ്റേ കാർബറേറ്ററൊക്കെ മാറണ്ടേ? നോക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ചെയിൻപാട്ട നമ്മൾ എടുത്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഒരു കോട്ട അടിച്ചായിരുന്നു, പിന്നെ ഒരു കോട്ടം കൂടെ അടിച്ച് ക്ലിയറും കൂടെ അടിച്ച് നമ്മൾ സെറ്റാക്കി വെക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ട് JP അടിക്കുന്നുണ്ട്. പൊളിച്ച് ഗൈസ്. എന്താ ചെയ്യുക, കണ്ടോ വിപുലമായിരിക്കുന്നു. എൻ്റെ ചെറുക്കനെ സെറ്റാക്കി എടുക്കണം. ടാങ്കിലേക്ക് നമ്മൾ ക്ലിയർ അടിക്കാൻ പോകുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ ഗൈസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള രീതിയിൽ JP ക്ലിയർ അടിക്കാൻ പോകുന്നത്. തൽക്കാലം നമ്മളിവിടെ ഇതിനെ തൂക്കിയിട്ടിട്ടുണ്ട്. കണ്ട കൊല പഴുപ്പിക്കാൻ കണക്ക് തൂക്കിയിട്ടിട്ടുണ്ട്. എന്തരാവോ എന്തോ ഗൈസ്, ടെസ്റ്റ് പാസ്സൊന്നും എനിക്കറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ നടക്കും. എനിക്കാണോ അതെ ഇപ്പോൾ ഗൈസ് നമ്മൾ അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ടാങ്കിൻ്റെ ക്ലിയർ അടിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ പെയിൻ്റ് എല്ലാത്തിലും നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ അടിച്ച് എല്ലാം കൂടെ സെറ്റാക്കുള്ള പരിപാടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ നിന്ന് ചേസ് അടിക്കാണ്ട് പെയിൻറ്റ്. ഒരു കളി നടക്കൂല. ചൂമ്പിയാ അതേപോലെ ഒരു വട്ടം ഇതെന്തായാലും നടക്കുന്ന കാര്യം. ഇത്രയും സാധനങ്ങൾ നമ്മൾ അടിച്ച് സൈഡ് വരെ നമ്മൾ പുതിയതാണ് മേടിച്ചത്. ബേക്ക് പീസും ബാക്കിയെല്ലാം നമ്മൾ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ സ്ക്രാച്ചും മകടങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇത് ചെയ്യും. ഓ തൊലിഞ്ഞടിയോ തൊലി ആയി. അവിടെ ബ്രഷിനടിക്കാളേ അവിടെ പ്രശ്നം അടിച്ചു ഇപ്പൊ അടിക്കണം. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഓയിൽ കണ്ടന്റ് കയ്യിൽ അഴുക്കുമല്ലോ ഉണ്ടാകുന്ന. ഇല്ല, ഞാൻ കയ്യിലെന്തിനാ അഴുക്ക് പറ്റിക്കുന്നേ? നമ്മൾ അവിടെ നിന്ന് സർവീസിന് എടുത്തോണ്ട് എന്നിട്ട് ഉള്ള വെക്കാം. ഉയരത്തിൽ കഴുകല്ലേ ഇരുന്ന രാവിലെ. ഇഞ്ചിൽ നമ്മൾ നേരത്തെ ക്ലിയർ അടിച്ചായിരുന്നു ഗൈസ്. ഇപ്പോൾ നമ്മൾ ക്ലിയർ അല്ല, നേരത്തെ പെയിൻറ്റ് അടിച്ചായിരുന്നു. ഇപ്പോൾ നമ്മൾ ക്ലിയർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല വളവള. പക്ഷേ എഞ്ചിൻ ചെറിയ ചെറിയ പൊരിഞ്ഞളവുന്നുണ്ട്. പെയിൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ഓയിലിൻ്റെ ആവശ്യമുണ്ട്. സർവീസ് ചെയ്താൽ ഓയിലിൻ്റെ ആവശ്യമുണ്ടാകും. നല്ലപോലെ കഴുകിയിട്ടൊക്കെ പെയിൻറ്റ് അടിച്ചാലേ പണി കിട്ടും ഗൈസ്. നമുക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു. അതിന് സെറ്റാകണം. തുരുമ്പളിയാ വേണ്ട തുരുമ്പ് ഇത് മാറണില്ലേ? ആ അത് മാറണം.
ഈ മാച്ച് അടിയാ അല്ല, അത് അടിച്ചോളി, അത് കുഴപ്പമൊന്നുമില്ല. ഇതിലടി ആ ടയറങ്ങ് ഇളക്കിയിരുന്നെങ്കിൽ കറക്റ്റായിട്ട് അടിക്കായിരുന്നു. ആൾക്കാർ പെയിന്റ് അടിക്കണം എന്നുള്ള മോഹവുമായി പറഞ്ഞതുകൊണ്ട് നമ്മള് ഗണ്ണ് കൈ കൊടുത്തേക്കുന്ന കേട്ടോ. അപ്പൊ അടിച്ച് വരണില്ല, ആനക്കട അടിച്ചിട്ട് പറഞ്ഞില്ലെന്ന് പറഞ്ഞ വണ്ടി പോണ അതെ. ട്രിഗർ വലിയടാ, ട്രിഗർ വലി, കുറച്ചുകൂടി വലി. നീതാ ഇവിടം വരെ വരുമ്പോ ഏറെ വരുള്ളൂ, ഇവിടം വരെ വരുമ്പോ ഏറെ വരുള്ളൂ. പിന്നെ അടിക്കൊണ്ടാണ് സാധനം പറഞ്ഞത്. പിന്നെ വലിക്കണം, ശകലം പയ്യെ വലിക്കണം. ആ അതാണ് ഈ പോർഷനെ കടിച്ചിടും, ഇവിടെ കടിച്ചിടും. നീ ഇപ്പുറത്തോ അത് കമ്പികൾ ഇങ്ങനെ ആയതുകൊണ്ട് ചെയ്സ് അടിക്കുന്നതിന് ഭയങ്കര പാടാണ്. എനിക്കത് പിടിക്കല്ലേ. ഓ അരെ വാ, ഒന്നും വരണില്ല. അതെ, ശരത്തിന്റെ മാസ്മരികമായ എല്ലാവരും കാണൂ ഗൈസ്. ഈ വാഴ പെയിന്റ് അത്രയും ദീർഘം ചെയ്ത് എല്ലായിടത്തും എത്തിക്കൂല. എന്നിട്ട് മാറി കാണണ്ട, ഇത് കണ്ട, ഇത് നോക്കി ഇളക്കായിരുന്നു എൻ്റെ അളിയ, ഇളക്കിയ നൈസായിട്ട് അടിക്കായിരുന്നു. ഫോണിൻ്റെ അവസ്ഥ ഉണ്ട് ഈ കളറാണ്. വേറെ പണിയുണ്ടോ? പക്ഷെ ഇതേ കളർ മറ്റേ പീസിൽ കിട്ടണമെങ്കിൽ ക്ലിയർ തീരണമെന്നും പഠിച്ച് ക്ലോസ് ചെയ്യണം. ഗൈസ് ഈ സാധനങ്ങളെല്ലാം നമ്മൾ പെയിൻ്റ് അടിച്ചല്ല, തിളങ്ങുന്ന പെയിൻ്റാണ് ഗൈസ് അടിച്ചേക്കുന്നത്. വളരെയധികം പേളെന്ന് പറയുന്നൊരു സംഭവം നമ്മൾ ഈ അടിച്ചേക്കുന്നത്. നൈസായിട്ട് അടിച്ചിട്ടുണ്ട് ഗൈസ്, ഇവിടെ അടിച്ചിട്ടുണ്ട്, എല്ലാം അടിച്ചിവിടെ നിരത്തി വെച്ചേക്കുന്നുണ്ട്. ക്ലിയർ അടിച്ച് സെറ്റാക്കി നമ്മളെ വണ്ടി വെച്ചേക്കുക. അത് സ്റ്റമ്പ് ഇവിടെ ഇരിപ്പുണ്ട്, എല്ലാം നൈസാക്കി ചെയിൻ പാട്ടെല്ലാം തൂക്കിയിട്ടിരിക്കുകയാണ്. പവറാക്കണം, ഇനി ഇതെല്ലാം വരെ സെറ്റ് ചെയ്യണ ചടങ്ങാണ് ഗൈസ്. ഇനി എഞ്ചിൻ കാട്ടണം. അപ്പോൾ ഗൈസ് നമ്മൾ വർക്കെല്ലാം ഏകദേശം പെയിൻ്റ് അടിച്ച് തീർന്ന് ഇനി അടുത്ത വീഡിയോയിലാണ് നമ്മൾ ബാക്കിയെല്ലാം സെറ്റ് ചെയ്യുന്ന വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.